പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയായതിനു ശേഷം 5-6 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ എനിക്ക് അവസരമുണ്ടായി. സെമിനാരിയിൽ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സുമായി 1 മണിക്കൂർ സമയം അദ്ദേഹം പ്രത്യേകമായിട്ട് സംഭാഷണം നടത്തുവാൻ ഞങ്ങൾക്ക് അവസരം തന്നു. റോമിലെ പ്രത്യേകമായിട്ടുള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഞങ്ങൾ ഈ സംഭാഷണം നടന്നത്. മാർപ്പാപ്പയ്ക്ക് പ്രത്യേകമായിട്ടും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ തന്നെ പ്രപഞ്ചം മുഴുവനോടുമുള്ള സ്നേഹം, അതുപോലെ തന്നെ പാവപ്പെട്ട മനുഷ്യരോടുള്ള പ്രത്യേകമായ പരിഗണന, ഇതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചു. സെമിനാരി പരിശീലനത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ടായി. അതോടൊപ്പം തന്നെ സെമിനാരിയിൽ അദ്ദേഹം പഠിച്ചിരുന്ന അവസരത്തിൽ ഒരു വൈദ്യ വിദ്യാർത്ഥി എന്ന നിലയിൽ അനുഭവപ്പെട്ടിട്ടുള്ള വിഷമങ്ങളും അതെങ്ങനെ പരിഹരിച്ചു എന്നും അദ്ദേഹം ഞങ്ങളോട് ഷെയർ ചെയ്യുണ്ടായി. ഒരു ദൈവിക മനുഷ്യന്റെ സാന്നിധ്യമാണ് അതുവഴി എനിക്ക് അനുഭവപ്പെട്ടത്. തീർച്ചയായും നല്ല ദൈവത്തിന് നന്ദി പറയാം. ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യനായ ഒരു പരിശുദ്ധ പിതാവിനെ ദൈവം തന്നെ അനുഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വേർപാടും തിരിച്ച് ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഈസ്റ്റർ ഞായറാഴ്ചത്തെ ആശീർവാദം ലോകം മുഴുവനും നൽകി എല്ലാവരോടും സൗമ്യമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ശാന്തമായിട്ട് ഈ ലോകത്തോട് വിട പറയാൻ ദൈവത്തിന് സാധിച്ചു. അതിന് പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ദൈവം ഒരു വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.